എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ദുഃഖങ്ങളും കഷ്ടതകളും സഹിച്ചുകൊണ്ടാണ് 2025 വർഷം കടന്നുപോയത്. 2026 വർഷം ഭാഗ്യം കടന്നു വരാനുള്ള സമയമാണ്. ഒട്ടനവധി നക്ഷത്രക്കാർക്ക് ഭാഗ്യയോഗമാണ് വരാൻ പോകുന്നത്. അത് മുൻപത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് 2026 ചില പ്രത്യേക നക്ഷത്രക്കാർ ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്തുന്നതും അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നേടുന്നതും അവരുടെ ഭാഗ്യം ഇരട്ടിയാക്കാൻ വേണ്ടി സഹായിക്കും. വീഡിയോ തുടങ്ങുന്നതിന് മുൻപായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. 2026 ആദ്യ പകുതിയിൽ തന്നെ, അതായത് 6 മാസത്തിനുള്ളിൽ ജനുവരി മുതൽ ജൂൺ വരെയുള്ള സമയങ്ങളിൽ ഞാൻ പറയാൻ പോകുന്ന 9 നക്ഷത്രക്കാർ ഗുരുവായൂർ ദർശനം നടത്തേണ്ടതാണ്. അത് നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യമാണ് ഉണ്ടാക്കിത്തരാൻ പോകുന്നത്. അതുപോലെ നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയാകാനും കഷ്ടതകൾ മാറാനും അത് സഹായിക്കും. ദുഃഖ ദുരിതങ്ങൾക്ക് വിരാമം സംഭവിക്കാനും ശ്രീകൃഷ്ണ ഭഗവാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവാനും അത് സഹായിക്കും. ആ 9 നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം. കഴിഞ്ഞ കുറേ കാലമായി അനുഭവിച്ച കഷ്ടപ്പാടുകളും പരാജയങ്ങളും മാറുന്ന സമയമാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് 2026. 2026 വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ, അതായത് ജനുവരി മുതൽ ജൂൺ മാസത്തിനുള്ളിൽ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുന്നത് ജീവിതത്തിലെ ദുഃഖങ്ങൾ മാറാൻ സഹായിക്കും. നിങ്ങൾക്ക് മനസ്സിന് സമാധാനം ലഭിക്കാൻ അത് സഹായിക്കും. അമ്പല ദർശനം എന്നും പുണ്യമായിട്ടുള്ള കാര്യമാണ്. പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനോടൊപ്പം ഗുരുവായൂർ അമ്പലത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് തിരുവോണം നക്ഷത്രക്കാർക്ക് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ, അതായത് വീട്, അതുപോലെ ജോലി, വിവാഹം എന്നിവയൊക്കെ സഫലമാകാൻ നടക്കാൻ പോകുന്ന വർഷമാണ് 2026. അശ്വതി നക്ഷത്രക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ കാര്യവും ശരിയായി അവസാന ഘട്ടത്തിൽ വരുമ്പോഴാണ് അവർക്ക് പലപ്പോഴും തടസ്സങ്ങൾ നേരിടുന്നത്. ആ തടസ്സങ്ങൾ അവസാന നിമിഷം ഉണ്ടാകുന്ന അത്തരം തടസ്സങ്ങൾ ഒഴിവാക്കാൻ ഗുരുവായൂരപ്പനെ ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇനി ഗുരുവായൂർ ദർശനം നടത്തേണ്ട അടുത്ത 3ാമത്തെ നക്ഷത്രമാണ് രേവതി നക്ഷത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മനസമാധാനമില്ലായ്മയും എന്നേക്കുമായി അവസാനിക്കാനുള്ള വഴിയാണ് ഗുരുവായൂർ ദർശനം. രേവതി നക്ഷത്രക്കാർക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വരാൻ 2026 ആദ്യ പകുതിയിൽ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്തുക. അടുത്തത് ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്തേണ്ട 4ാമത്തെ നക്ഷത്രമാണ് മകയിരം നക്ഷത്രം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചതിയും സമാധാനക്കുറവും ഒക്കെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഉറ്റവരുടെ കൂടെ നിന്ന് സുഹൃത്തുക്കളായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, അവരുടെയൊക്കെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് ചതിയും വഞ്ചനയുമാണ് ഇത്രയും നാളും നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭഗവാനെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കുന്നത് കണ്ണീർ എന്നേക്കുമായി തുടച്ചു മാറ്റാൻ സഹായിക്കും. അടുത്തത് 5ാമത്തെ നക്ഷത്രമാണ് പൂയം നക്ഷത്രം. പൂയം നക്ഷത്രക്കാർ നേരിടുന്ന പ്രശ്നമാണ് കഴിവുണ്ടായിട്ടും അവർക്ക് മന്ദതയും തടസ്സങ്ങളും. അത് മാറാൻ ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കാൻ ഗുരുവായൂർ സന്ദർശനം അത്യന്താപേക്ഷിതമാണ്. അടുത്ത നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്ന വർഷമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 2026. 2026 ആദ്യ 4 മാസത്തിനുള്ളിൽ, അതായത് വിഷുവിന് മുൻപ് തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്തുന്നത് കൂടുതൽ ഗുണകരമാകും. അടുത്തത് 7ാമത്തെ നക്ഷത്രമാണ് അത്തം നക്ഷത്രം. അത്തം നക്ഷത്രക്കാർക്ക് പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്ന അവസ്ഥയാണ് 2025 മുഴുവൻ അവർ അനുഭവിച്ചിട്ടുള്ളത്. ഈ ഒരു വർഷം വലിയ മാറ്റങ്ങളാണ് അത്തം നക്ഷത്രക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത്. ശത്രുദോഷങ്ങൾ മാറി വിജയം കൈവരിക്കാൻ ഭഗവാനെ ദർശിക്കണം. അടുത്തത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്ക് 2026 നല്ലൊരു വർഷമാണ്. അതുപോലെ തന്നെ വിചാരിക്കാത്ത നേരത്ത് സഹായങ്ങൾ വന്ന് അവർക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വർഷത്തിൻ്റെ ആദ്യ 4 മാസത്തിനുള്ളിൽ ഗുരുവായൂർ സന്ദർശിക്കുന്നത് സർവ്വമംഗളങ്ങൾക്കും കാരണമാകും.
9ാമത്തെ നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് 2026 ഭാഗ്യവർഷമാണ്. എന്ത് ചോദിച്ചാലും ഭഗവാൻ നൽകുന്ന അവസ്ഥയാണ് 2026 ചോതി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. അപ്രാപ്യമെന്ന് കരുതിയ കാര്യങ്ങൾ പോലും സാധിച്ചു കിട്ടും. ഞാനിവിടെ പറഞ്ഞിട്ടുള്ള 9 നക്ഷത്രക്കാരും തീർച്ചയായും ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്താൻ ശ്രമിക്കുക. ഈ നക്ഷത്രത്തിൽപ്പെട്ട കുട്ടികളോ മറ്റോ ആണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ തീർച്ചയായും അവർ ചില സമയങ്ങളിൽ അമ്പലങ്ങളിൽ വരാൻ വിമുഖത കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും കുട്ടികളെയോ ഒക്കെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കണം. 2026 തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഗുരുവായൂർ ദർശനം നടത്തുകയാണെങ്കിൽ മഹാഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വെറും കൈയോടെ ഭഗവാനെ കാണാൻ പോകരുത്. ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന ഈ ഒരു കാര്യം കൂടി ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇരട്ടി ഫലമായിരിക്കും ലഭിക്കുക. നിങ്ങൾ നാളെയാണ് അമ്പലത്തിലേക്ക് ദർശനം നടത്താൻ പോകുന്നതെങ്കിൽ അതിനൊരു 24 മണിക്കൂർ മുൻപ് നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു മഞ്ഞ പട്ട് വിരിയുക. അത് പൂജാ സ്റ്റോറിലോ മറ്റോ ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം ആ മഞ്ഞപ്പട്ടിൽ ഒരു പിടി നാണയങ്ങൾ, അത് ഒരുപാടൊന്നും വേണ്ട, കയ്യിൽ ഒതുങ്ങുന്ന ഒരു പിടി നാണയങ്ങൾ 100-ൻ്റെയോ 50-ൻ്റെയോ മറ്റോ ചില്ലറയാക്കിയാൽ മതിയാകും. അപ്പോൾ അത് വയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അവരുടെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾ നാണയം ഓരോന്നായി എടുക്കുക. അപ്പോൾ 3 പേരാണ് ഒരു വീട്ടിലുള്ളതെങ്കിൽ 3 പേരും ഓരോ നാണയം വീതം എടുത്ത് തലയ്ക്ക് ചുറ്റും ഉഴിയുക. അങ്ങനെ ഉഴിയുമ്പോൾ 3 തവണ ഉഴിയേണ്ടതാണ്. ഉഴിയുമ്പോൾ ഓം നമോ നാരായണായ എന്ന് 3 തവണ ജപിക്കുകയും വേണം. ഇങ്ങനെ ഉഴിഞ്ഞതിന് ശേഷം ഈ നാണയം നിങ്ങൾ തിരികെ മഞ്ഞപ്പട്ടിൽ തന്നെ വയ്ക്കുക. അതിനുശേഷം ഒരു കിഴിയായി കെട്ടി ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്തുമ്പോൾ നാണയക്കിഴി ഗുരുവായൂർ നടയിൽ സമർപ്പിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയാകാനും അതുപോലെ തന്നെ സമ്പത്തും സൗഭാഗ്യവും ആയുരാരോഗ്യ സൗഖ്യവും നിങ്ങളിലേക്ക് വന്നു ചേരാനും സഹായിക്കും. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും തടസ്സങ്ങൾ നീക്കി എന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ഭഗവാനെ ദർശിക്കുന്നത് 2026 നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷമായി മാറ്റാൻ സഹായിക്കുന്നു. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.